Hey students, so this is Rizana, faculty for ACCA at Xylem Commerce Pro. So ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ACCA തന്നെ സ്കിൽ ലെവലിലുള്ള വൺ ഓഫ് ദി പേപ്പർ വിച്ച് ഇസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് FM പേപ്പറിനെ കുറിച്ചാണ്. സോ ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ FM എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്, എന്തൊക്കെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സെഷൻ വെച്ച് കവർ ചെയ്യുക. സോ ബേസിക്കലി ബിഫോർ ഐ ബിഗിൻ ഇറ്റ്, എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഐ എം റിസാന, ACCA അഫിലിയേറ്റ് ആണ്. ഞാൻ ACCA ടീച്ചിങ്ങിൽ കയറിയിട്ട് മോർ ദാൻ 5 years ആയിട്ടുണ്ട്. ആൻഡ് എൻ്റെ പേപ്പേഴ്സിൽ വൺ ഓഫ് ദി പേപ്പേഴ്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ അലോങ് വിത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ. സോ ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഈ പേപ്പറിനെ കുറിച്ചാണ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുക. ഈ പേപ്പറിൽ എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഇതിന്റെ കോണ്ടന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന്റെ എക്സാമിന്റെ ഒരു അപ്രോച്ച്, ഇതിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അതായിരിക്കും നമ്മൾ ഇവിടെ ഇന്റന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ബിഫോർ ഐ ബിഗിൻ മൂവിങ് ഓൺ ടു ദ സിലബസ് ആൻഡ് കോണ്ടന്റ് ആൻഡ് ഓൾ, എന്താണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് അറിയൽ നിർബന്ധമാണ്. ഒരു കമ്പനിയിൽ ഫണ്ട് എന്നുള്ളത്, ഫിനാൻസ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ഫിനാൻസ് നിർബന്ധമാണ്. കമ്പനിയുടെ കയ്യിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കമ്പനിയുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാനായിക്കോട്ടെ, കമ്പനിക്ക് ഭാവി പ്രൊജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, ഒക്കെ ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം എവിഡന്റ് ആണ്. ഫണ്ട് ഇല്ലെങ്കിൽ കമ്പനിക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഫണ്ടിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് നിർബന്ധമാണ്. ആൻഡ് ആ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു കമ്പനിയിൽ നോക്കി നടത്തുന്നത് ആ കമ്പനിയുടെ ഫിനാൻസ് മാനേജറാണ്. സോ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തമാണ് എന്ത്, ഒരു കമ്പനിയുടെ ഫണ്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി കോൾഡ് ആസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഫണ്ട് കൊണ്ടുവരാം, എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, എവിടൊക്കെ അതിനെ നമുക്ക് നിക്ഷേപിക്കാം, ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറാണ്. ആൻഡ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. സോ ആസ് എ ഫിനാൻസ് മാനേജർ നമ്മൾ എങ്ങനെയാണ് കമ്പനിയുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഈ പേപ്പറിനെ കുറിച്ചുള്ള ഒരു ഇൻട്രോ. ആൻഡ് ബിഫോർ വി ഗോ ഇൻ ഡെപ്ത്, നമുക്ക് ഈ ഒരു പേപ്പറിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും, എന്തൊക്കെയാണ് സിലബസ് ഏരിയാസ് എന്നുള്ളത് അറിയാനുണ്ട്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഏരിയാസ് ആണ് ബേസിക്കലി ഒരു ഫിനാൻസ് മാനേജറിന്റെ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, ബേസിക്കലി എന്തൊക്കെ ടാർഗറ്റുകളാണ് അവർ അച്ചീവ് ചെയ്യാൻ, എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരും, എത്ര ഫണ്ട് കൊണ്ടുവരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ മെയിൻ. ഇനി ഡെയിലി ഓപ്പറേഷൻസിന് കമ്പനിക്ക് എത്ര ഫണ്ട് വേണം, ഈ ഫണ്ടുകളൊക്കെ എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു ഫിനാൻസ് മാനേജറാണ്. ആൻഡ് ഡെയിലി ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് ഇസ് ഇമ്പോർട്ടന്റ്. ആൻഡ് അതിനെയാണ് എന്ത് പറയാ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. സോ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെയാണ് എന്ത് പറയാ, വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് അത് മാനേജ് ചെയ്യുക എന്നുള്ളത് ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി സിലബസ് ഏരിയാസ് ടു ബി കവേർഡ്. പിന്നെയാണ് കമ്പനി എവിടുന്ന് ഫണ്ട് കൊണ്ടുവരും, അത് ഡേ ടു ഡേ ഓപ്പറേഷൻസിനായിക്കോട്ടെ, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, എവിടുന്ന് കമ്പനി ഫണ്ട് റേസ് ചെയ്യും, അതായത് കടം വാങ്ങുവോ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവോ, അതോ ഷെയർ വിറ്റ് കാശ് കൊണ്ടുവരുവോ, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏത് സോഴ്സ് ആണ് ഓപ്റ്റ് ചെയ്യാന്നുള്ളത് തീരുമാനം എടുക്കേണ്ടതും ഒരു ഫിനാൻസ് മാനേജറാണ്. ആൻഡ് ആ തീരുമാനങ്ങളൊക്കെ നമ്മൾക്ക് പഠിക്കാനുണ്ട് എവിടെയാണ്, ബിസിനസ് ഫിനാൻസിൽ. പിന്നെ ഈ കൊണ്ടുവന്ന ഫണ്ട് ഏതൊക്കെ ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ളതും ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അതിനെയാണ് എന്ത് പറയാ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ആൻഡ് ഏത് പ്രൊജക്റ്റിൽ ഫണ്ട് കൊണ്ടുവിട്ടാലാണ് ലാഭകരം എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓരോ പ്രൊജക്റ്റിനെയും വിലയിരുത്തി പഠിക്കാനുണ്ട്. അതിനെയാണ് എന്ത് പറയാ, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഇനി ഒരു ബിസിനസ് വളർന്ന് വലുതായതിനു ശേഷം ആ ബിസിനസ്, ആ കമ്പനിയുടെ മൂല്യം എന്താണ്, വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ ആ വാല്യൂ കണ്ടുപിടിക്കാന്നുള്ളതും ഒരു ഫിനാൻസ് മാനേജറിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബിസിനസ് വാല്യുവേഷൻ. സോ എവിടുന്ന് ഫണ്ട് കൊണ്ടുവരും, ആ ഫണ്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ എങ്ങനെ ഉപയോഗിക്കും,
എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റുകളിൽ ഉപയോഗിക്കും ആൻഡ് കമ്പനിയുടെ മൂല്യം എത്ര, വാല്യൂ എത്ര എന്ന് കണ്ടുപിടിക്കലൊക്കെ ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അലോങ് വിത്ത് ദാറ്റ് റിസ്ക് മാനേജ്മെന്റ്. കമ്പനി ഫോറിനിലുള്ള കമ്പനികളായിട്ട്, ഫോറിൻ രാജ്യങ്ങളിലുള്ള കസ്റ്റമേഴ്സ് ആയിട്ടോ സപ്ലയേഴ്സ് ആയിട്ടോ ഡീലിങ്സ് നടത്തുമ്പോൾ കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അതായത് ഇപ്പൊ എൻ്റെ ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഞാൻ US അല്ലെങ്കിൽ UK കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് എനിക്ക് തരിക ഡോളേഴ്സും പൗണ്ട്സും ആയിരിക്കും, വേറെ എന്റെ കറൻസി റുപ്പീസ് ആണ്. സോ ആ ഡോളേഴ്സിനെയും പൗണ്ട്സിനെയും നമ്മൾ റുപ്പീസിലോട്ടേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനുണ്ടാവും. കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റുകൾ മാറുമ്പോൾ നമുക്ക് ലാഭങ്ങളും നഷ്ടങ്ങളും വരാം. ആ നഷ്ടങ്ങൾ എങ്ങനെ സഹിച്ച് എങ്ങനെ അതിനെ സെറ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ റിസ്ക് മാനേജ്മെന്റിൽ ചെയ്യുന്നത്. അതും ആരുടെ ഡ്യൂട്ടിയാണ്? ഫിനാൻസ് മാനേജറിന്റെ. സോ ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടീസിൽ പെടുന്നതാണ് എന്തൊക്കെ? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ബിസിനസ് ഫിനാൻസ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, റിസ്ക് മാനേജ്മെന്റ്, ബിസിനസ് വാല്യുവേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെയറിൻ വി ഹാവ് പാർട്ട് A to പാർട്ട് G. അതിൽ ഓരോ പാർട്സും നിങ്ങൾക്ക് ഓരോ ഏരിയാസിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. പാർട്ട് A ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയും. അതൊരു തിയറി ഏരിയ ആണ്, വേറിൻ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയൺമെന്റ്. അഗൈൻ ഇറ്റ്സ് എ തിയററ്റിക്കൽ ഏരിയ. നിങ്ങൾ അത് എന്ത് ചെയ്യും? ടോപ്പിക്സിൽ പഠിക്കും. പിന്നെ ഉള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ബേസിക്കലി ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര ഫണ്ട് വേണം, എങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യും, എത്രയൊക്കെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം തിയറി ഉണ്ട്, അതിന്റെ കൂടെ എന്തും കൂടി പഠിക്കാനുണ്ട്. യു ഹാവ് കാൽക്കുലേഷൻസ് ഓൾസോ. സോ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് എങ്ങനെ നിങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്യും, എവിടുന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യും, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. പിന്നുള്ളതാണ് പാർട്ട് D ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിലും നിങ്ങൾക്ക് അത്യാവശ്യം തിയറി ഉണ്ട്, അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്. യു ഹാവ് കാൽക്കുലേഷൻസ് ടു ലേൺ. ഏത് പ്രൊജക്റ്റിൽ ഫണ്ട് മുടക്കണം, എവിടെയാണ് നിങ്ങൾക്ക് ഫണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭകരമാവാ, അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് യു ഹാവ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. പിന്നെ ഉള്ളതാണ് ഈ ഫണ്ട് ഇടണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യണമല്ലോ, കൊണ്ടുവരണമല്ലോ, അതിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയാം. ഹിയർ ഓൾസോ യു ഹാവ് എ തിയറി ആസ് വെൽ ആസ് കാൽക്കുലേഷൻ ഏരിയാസ്. ഫണ്ട് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യും, ലോങ് ടേം ആണോ, ഷോർട്ട് ടേം ആണോ, ലോൺ വഴിയാണോ, ഷെയർസ് വഴിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് ഫിനാൻസിൽ നോക്കുന്നത്. പിന്നെയാണ് ബിസിനസ് വാല്യുവേഷൻ വരുന്നത്. ഈവൻ ബിസിനസ് വാല്യുവേഷനിൽ യു ഹാവ് തിയറി പ്ലസ് കാൽക്കുലേഷൻ. ഒരു കമ്പനിയുടെ മൂല്യം എത്രയാണ് അതൊക്കെ തീരുമാനിക്കാനായിട്ടുള്ള ഡ്യൂട്ടിയാണ് വാല്യുവേഷനിലുള്ളത്. ദെൻ യു ഹാവ് റിസ്ക് മാനേജ്മെന്റ്, അഗൈൻ തിയറി പ്ലസ് കാൽക്കുലേഷൻ. അതായത് നിങ്ങൾ ഫോറിനിലുള്ള ഒരു കസ്റ്റമറുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കച്ചവടങ്ങളോ സപ്ലയേഴ്സ് ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തുകയാണെങ്കിൽ ആ കറൻസിയെ നമ്മളുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ എക്സ്ചേഞ്ച് റേറ്റിൽ പല മാറ്റങ്ങൾ വരുമ്പോൾ ലാഭങ്ങളും നഷ്ടങ്ങളൊക്കെ വരാം. അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെന്റ്. സോ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട് അണ്ടർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആൻഡ് ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് ആൻ ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ. കാരണം ഓരോ കാൽക്കുലേഷൻസും മറ്റേതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ആൻഡ് ആസ് യു നോ അത്യാവശ്യം തിയറിയും ഇൻവോൾവ് ആണ്. സോ ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ വുഡ് സേ 50-50, ദാറ്റ് ഇസ് 50% theory and 50% calculation is very important. So this is what you have in the syllabus. And exam in the format എങ്ങനെയാണെന്ന് നോക്കാം. ECCന്റെ എല്ലാ പേപ്പേഴ്സും വരുന്നത് 100 മാർക്സിലാണ്. ആൻഡ് ഈ പേപ്പറിലും നിങ്ങൾക്ക് 100 മാർക്സിനാണ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളത്. ആൻഡ് ദ ടൈം അലോട്ടഡ് ഫോർ അറ്റൻഡിങ് 100 മാർക്സ് എക്സാം ഇസ് 3 hours. നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് 3 മണിക്കൂർ സമയം തരും. 100 മാർക്കിന്റെ പേപ്പറാണ്. ആൻഡ് പാസ് ആവാനായിട്ട് എത്ര മതി നിങ്ങൾക്ക്? 50 മാർക്സ് ധാരാളമാണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങളുടെ എക്സാമിന് 3 സെക്ഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സെക്ഷൻ എയിൽ വരുന്നത് MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് ഒന്നിക്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ 1 വേർഡ് ആൻസേഴ്സോ അല്ലെങ്കിൽ ഓപ്ഷൻസ് തന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്യാന്നുള്ള 15 ചോദ്യങ്ങളാണ് തന്നത്. ഓരോ ചോദ്യവും 2 മാർക്ക് വെച്ചിട്ടാണെങ്കിൽ സെക്ഷൻ എയിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്ന മാക്സിമം എത്രയാണ്? 30 മാർക്സ്. ഏത് സിലബസ് ഏരിയയിൽ നിന്നും ഇവിടെ ചോദ്യം വരാം. പിന്നെ സെക്ഷൻ ബിയിലാണ് നിങ്ങൾക്കുള്ളത്, ദാറ്റ് ഈസ് 3 MTQs. 3 MTQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യത്തിന് കുറച്ച് സിനാരിയോ തരും, എന്നിട്ട് ആ സിനാരിയോനെ ബേസ് ചെയ്തിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിൽ കുറച്ച് സിനാരിയോ തന്നിട്ട് ആ സിനാരിയോനെ ബേസ് ചെയ്തിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കും. ആ 5 ചോദ്യങ്ങളിലും
ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് വെച്ചാണ്? 2 മാർക്സ് വെച്ചാണ് വരിക. സോ ആദ്യത്തെ സിനാരിയോയില് 5 ചോദ്യം വിത്ത് 2 മാർക്സ് ഈച്ച്, അപ്പൊ 10 മാർക്ക്. ഇതേപോലെ എത്ര സിനാരിയോസ് ഉണ്ടാവും നിങ്ങൾക്ക്? 3 സിനാരിയോസ്. സോ ഇൻ ടോട്ടൽ 30 മാർക്സ് ഇവിടെ. സോ 30 മാർക്സ് ആണ് നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ വരിക. പിന്നെ ഉള്ളതാണ് സെക്ഷൻ സി എന്ന് പറഞ്ഞൊരു ഏരിയ, വിച്ച് ഇസ് ദി നറേറ്റീവ് ക്വസ്റ്റ്യൻസ്. അതായത് 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഒരു ചോദ്യത്തിനെ കുറിച്ച് കുറച്ചധികം ഇൻഫർമേഷൻസ് തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും ഫോർ 20 മാർക്സ്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതേപോലെ കുറെ ഇൻഫർമേഷൻ ചോദിക്കും വിത്ത് അഗൈൻ 20 മാർക്സ്. അപ്പൊ ഇൻ ടോട്ടൽ 40 മാർക്സ്. സോ സെക്ഷൻ എയില് 15 മാർക്കിന്റെ ചോദ്യം 2 മാർക്ക് വെച്ച് 30 മാർക്സ്. സെക്ഷൻ ബിയിൽ 3 ചോദ്യങ്ങൾ 5 ചോദ്യം വീതം വിത്ത് 2 മാർക്സ് ഈച്ച്, ദാറ്റ് ഇസ് 30 മാർക്സ്. ആൻഡ് സെക്ഷൻ സിയിൽ 2 ചോദ്യത്തിന് 20 മാർക്ക് വെച്ച് 40 മാർക്ക്. ഇൻ ടോട്ടൽ 100 മാർക്കിന്റെ പേപ്പർ. ഈ 100 മാർക്കിന്റെ പേപ്പർ എഴുതി തീരാനായിട്ട് നിങ്ങൾക്ക് 3 മണിക്കൂർ ടൈമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് പാസ് ആവാനായിട്ട് 50 മാർക്സ്, വിച്ച് ഇസ് വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? ഇതാണ് എക്സാം ഫോമാറ്റ് എങ്കിൽ നിങ്ങളുടെ സിലബസിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പാർട്ട് ഡി, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറഞ്ഞൊരു ഏരിയ. അതായത് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. ഇനി ഈ ഫണ്ടിനെ ബെസ്റ്റ് രീതിയിൽ ഉപയോഗിക്കാന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നമ്മളുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് ആൻഡ് ഈ ഫണ്ടിനെ ബെസ്റ്റ് രീതിയിൽ ഉപയോഗിക്കാന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. സോ ഒരു ഫിനാൻസ് മാനേജറാണ് തീരുമാനിക്കേണ്ടത് ഈ ഫണ്ട് ഏത് പ്രൊജക്റ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ആ തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയാ. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും പ്രൊജക്ട്സിനെയും നമ്മൾ വിലയിരുത്തണം. ഇപ്പൊ എന്റെ കയ്യിൽ മേ ബി ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10 ലക്ഷം രൂപ എനിക്ക് പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യാം. എന്റെ മുന്നിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തും. ഏതാണ് ബെറ്റർ, എന്നെ കൊണ്ട് സാധിക്കുക എന്നുള്ളതൊക്കെ, ഏതായിരിക്കും ലാഭകരം എന്നുള്ളത്. അങ്ങനെയുള്ളൊരു പഠനം അല്ലെങ്കിൽ വിലയിരുത്തലിനെയാണ് എന്ത് പറയാ? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറയാ. സോ എന്റെ മുന്നിലുള്ള ഓരോ പ്രൊജക്ട്സിനെയും ഞാൻ ഫണ്ട് മുടക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പഠനം നടത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറയാ. സോ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ചെയ്യുന്നത് ആരാണ്? കമ്പനിയുടെ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ആണ്, ഇൻ ഓർഡർ ടു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. സോ ഏത് പ്രൊജക്റ്റിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് ഒരു ഫിനാൻസ് മാനേജർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഒരു പുതിയ മെഷീൻ വാങ്ങുന്നത്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു പുതിയ എക്വിപ്മെന്റ് വാങ്ങുന്നത്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു പുതിയ ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നത്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അതൊക്കെ ചെയ്യണോ വേണ്ടയോ, എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഫിനാൻസ് മാനേജർ ആണ്. ആഫ്റ്റർ ഡൂയിങ് വാട്ട്? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. സോ ഇൻ ഓർഡർ ടു മേക്ക് എ ഡിസിഷൻ, ദ ഫിനാൻസ് മാനേജർ ഓഫ് ദി കമ്പനി ക്യാരീസ് ഔട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ആൻഡ് ആ ഇൻവെസ്റ്റ്മെന്റ് വിലയിരുത്തല് ചെയ്യുന്നത് പല ടെക്നീക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് അതിലുള്ള കുറച്ച് ടെക്നീക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓരോ പ്രൊജക്റ്റിനെയും വിലയിരുത്തുന്നത് പല ടെക്നീക്കുകൾ വെച്ചിട്ടാണ്. ആൻഡ് ഓരോ ടെക്നീക്സും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ആൻഡ് ആ ടെക്നീക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നീക്സ്. ഈ ടെക്നീക്സിനെ 2 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനൊക്കെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ക്ലാസ്സിനാണ് കവർ ചെയ്യുക. ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരുന്നുള്ളൂ. ഓരോ ടെക്നീക്കുകളെയും നമ്മൾ 2 കാറ്റഗറീസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡിസ്കൗണ്ടഡ് ആൻഡ് നോൺ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 രീതിയിലാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസ്കൗണ്ടഡ് ടെക്നീക്കുകൾ എന്ന് പറഞ്ഞിട്ട്, നോൺ ഡിസ്കൗണ്ടഡ് ടെക്നീക്കുകൾ എന്ന് പറഞ്ഞിട്ട്. എന്ത് ഈ ഡിസ്കൗണ്ടിങ് നോൺ ഡിസ്കൗണ്ടിങ് എന്നൊക്കെ നിങ്ങൾ ക്ലാസ്സസിന് ഇൻഡെപ്ത് പഠിക്കും. ഇപ്പൊ ഫോർ ദ ടൈമിങ് അറിഞ്ഞാൽ മതി. ടെക്നിക്കുകളെ 2 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ടിങ്ങും നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്കും എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെയുള്ള കുറച്ച് വെറൈറ്റീസ് ആണ്. നോൺ ഡിസ്കൗണ്ടഡിൽ വരുന്നതാണ് ഒന്ന് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ടെക്നീക്കും 2 പേ ബാക്ക് എന്ന് പറഞ്ഞ ടെക്നീക്ക്. ഡിസ്കൗണ്ടഡ് ടെക്നീക്കിൽ വരുന്ന ഒന്നാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞ ടെക്നീക്കും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ ടെക്നീക്സും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മേ ബി ദർ മൈറ്റ് ബി എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ടെക്നീക്കുകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞല്ലോ, നോൺ ഡിസ്കൗണ്ടഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞ. അതില് നോൺ ഡിസ്കൗണ്ടഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന വൺ ഓഫ് ദി ഫസ്റ്റ് ടെക്നീക്ക് ആണ് ഏത്? പേ ബാക്ക് പീരിയഡ്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളൊരു പ്രൊജക്റ്റിൽ ഫണ്ട് ഇടുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ഫസ്റ്റ് എന്താ ആലോചിക്കുക? ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഫണ്ട് ഇട്ടാൽ ഈ മുടക്കിയ കാശ് എത്ര സമയം കൊണ്ട് തിരിച്ചു കിട്ടും? ഇപ്പൊ എന്റെ കയ്യിൽ 10 ലക്ഷമാണ്.
ഞാൻ ഈ 10 ലക്ഷം രൂപ എന്റെ മുന്നിലുള്ള ഒരു പ്രൊജക്ട് എയില് ഞാൻ കൊണ്ടിടാന്ന് വിചാരിക്കാം. എന്റെ മൈൻഡിലുള്ള ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും? ഈ പ്രൊജക്ടില് ഞാൻ ഈ 10 ലക്ഷം രൂപ ഇട്ടാൽ ഈ മുടക്കിയ 10 ലക്ഷം എനിക്ക് എത്ര സമയം കൊണ്ട് തിരിച്ചു കിട്ടും? അതാണ് ഞാൻ ആദ്യം നോക്കാം. എന്നിട്ടാണ് ലാഭം ഉണ്ടോ ഇല്ലയോ നോക്കാം. മുടക്കിയ പൈസയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം എന്നാണല്ലോ നമ്മൾ പറയാറ്. സോ അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് നമുക്ക് മുടക്കിയ കാശ് തിരിച്ചു കിട്ടുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പേ ബാക്ക് പീരീഡ്. ആൻഡ് പേ ബാക്ക് പീരീഡ് നോക്കിയിട്ടായിരിക്കില്ലേ നമ്മളൊരു തീരുമാനം എടുക്കുക ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. വൈ? ബിക്കോസ് മുടക്കിയ കാശെങ്കിലും പെട്ടെന്ന് തിരിച്ചു കിട്ടണില്ലെങ്കിൽ നമുക്ക് മേ ബി ഈ പ്രൊജക്ട് എടുക്കൽ റിസ്കിയാണ്. സോ ഒരു ഫിനാൻസ് മാനേജർ ചെയ്യുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ടെക്നീക്കാണ് ഏത്? പേ ബാക്ക് പീരീഡ്. എന്താ പേ ബാക്ക് പീരീഡ്? ടൈം ടേക്കൺ ടു റിക്കവർ ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ടു എ പ്രൊജക്ട്. ഇനീഷ്യലി മുടക്കിയ പൈസ എത്ര സമയം കൊണ്ടാണോ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ആ ടൈമിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയാം. ആൻഡ് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ തീരുമാനം എങ്ങനെ എടുക്കും? നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പ്രൊജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. പ്രൊജക്ട് എ ഉണ്ട്, പ്രൊജക്ട് ബി ഉണ്ട്. ഇത് രണ്ടും എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ? ഈ രണ്ട് പ്രൊജക്റ്റും എടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലെ? പ്രൊജക്ട് എയില് ഞാൻ കാശ് മുടക്കിയാല് 3 വർഷം കൊണ്ട് ആ മുടക്കിയ കാശ് തിരിച്ചു കിട്ടും. ഓക്കെ. പ്രൊജക്ട് ബിയില് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് മുടക്കിയ കാശ് തിരിച്ചു കിട്ടും. ഓക്കെ അല്ലെ? ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാണ്? പ്രൊജക്ട് എ. വൈ? കാരണം നമ്മൾ മുടക്കിയ കാശ് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. സോ വി വിൽ ഗോ ഫോർ പ്രൊജക്ട് എ. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ. എന്റെ മുന്നിൽ ഒരു പ്രൊജക്റ്റ് ആണുള്ളത്, പ്രൊജക്ട് എ. ഇതിന്റെ പേ ബാക്ക് വരുന്നത് 5 years. ഇനി തീരുമാനം എങ്ങനെ എടുക്കും? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. നമുക്കൊരു കമ്പയർ ചെയ്യാനൊരു സാധനം വേണ്ടേ? അതിനായിട്ട് നമ്മൾ എന്ത് കമ്പനി സെറ്റ് ചെയ്യും? ടാർഗറ്റ് സെറ്റ് ചെയ്യും. നമ്മളെ കമ്പനി നിശ്ചയിച്ച ടാർഗറ്റ് എന്ന് പറയുന്നത് 4 years ആണ്. അതായത് ഏതേലും പ്രൊജക്ട് 4 വർഷമോ അതിൽ കുറവ് സമയം കൊണ്ടോ മുടക്കിയ കാശ് തിരിച്ചു തരുന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അപ്പൊ ഈ പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ടേക്കിംഗ് 5 years. അതായത് നമ്മൾ മുടക്കിയ കാശ് നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ടേ കിട്ടണുള്ളൂ. വേറസ് നമ്മൾ വെച്ച ടാർഗറ്റ് എത്രയാ? 4 years. സോ ഈ പ്രൊജക്ടിനെ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. സോ ബേസിക്കലി എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പേ ബാക്ക് പീരീഡ് നമ്മളുടെ ടാർഗറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ റിജക്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പേ ബാക്ക് നമ്മളുടെ ടാർഗറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ റിജക്ട്. നേരെ മറിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പേ ബാക്ക് നമ്മളുടെ ടാർഗറ്റിനേക്കാൾ കുറവാണെങ്കിൽ അക്സെപ്റ്റ്. ഇതാണ് റൂള്. നമുക്കൊരു സിമ്പിൾ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാ അത് വർക്ക്ഔട്ട് ആവാന്നുള്ളത് നോക്കാലോ. ഓക്കെ. എന്റെ കമ്പനി ഒരു പ്രൊജക്റ്റിലേക്ക് 10,000 ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവാണല്ലോ ചെയ്യണത്. സോ $10,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ ദേ ആർ ആക്ച്വലി ഇൻവെസ്റ്റിംഗ് 10,000. $10,000 ആണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ബ്രാക്കറ്റ്സിൽ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയോ? ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാണ് 10,000. ആൻഡ് നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോ ഉള്ളതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയാ? ഇയർ 0 എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കാം. നമ്മൾ FM നമ്മളൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കും, ടൈം 0 അല്ലെങ്കിൽ ഇയർ 0. സംഭവം ഇതേ ഉള്ളൂ. ഇപ്പം നമ്മൾ 10,000 മുടക്കിയാല് നമുക്ക് എല്ലാ കൊല്ലവും എത്ര വെച്ച് കിട്ടും? 500 വെച്ച് കിട്ടും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 10,000 മുടക്കിയാല് ആനുവലി എനിക്ക് എത്ര വെച്ച് റിട്ടേൺ കിട്ടും? 500 കിട്ടും എന്നാണ് പറഞ്ഞത്. ആൻഡ് ദേ ആർ ടെലിംഗ് മീ, ദേ ആർ ആസ്കിങ് മീ ഈ പ്രൊജക്ടിന്റെ പേ ബാക്ക് എപ്പാണ്. അതിനർത്ഥം എന്താണ്? ഈ മുടക്കിയ 10,000 എത്ര വർഷം കൊണ്ട് തിരിച്ചു കിട്ടും? ഞാൻ ഇപ്പൊ 10,000 മുടക്കിയാല് എനിക്ക് എല്ലാ കൊല്ലവും 500 വെച്ച് കിട്ടും. അങ്ങനെ എത്ര കൊല്ലം കൊണ്ടായിരിക്കും ഞാൻ ഈ മുടക്കിയ കാശ് തിരിച്ചു പിടിക്കുക? സിമ്പിൾ അല്ലേ? എങ്ങനെ ചെയ്താൽ മതി? 10,000 ആണ് നിങ്ങൾ മുടക്കിയത്, 500 വെച്ച് നിങ്ങൾക്ക് എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് മുടക്കിയ കാശ് തിരിച്ചു പിടിക്കാൻ പറ്റും? 10,000 ആണ് നിങ്ങൾ മുടക്കിയതെങ്കിൽ 500 വെച്ച് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത് തിരിച്ചു പിടിക്കാം? 20 years അല്ലെ? സോ 500 ആണ് നിങ്ങൾക്ക് ഓരോ കൊല്ലവും കിട്ടുന്നതെങ്കിൽ 20 years കൊണ്ടാണ് തിരിച്ചു പിടിക്കാൻ പറ്റുക. അപ്പൊ ഈ ക്വസ്റ്റ്യനില് നിങ്ങളുടെ പേ ബാക്ക് എത്രയാ വരുന്നത്? ഈ ക്വസ്റ്റ്യനില് നിങ്ങൾ പേ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പേ ബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തത്? എത്രയാണ് നിങ്ങൾ ഇനീഷ്യലി മുടക്കിയത് അതിനെയാണ് എന്ത് പറയാ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. മുടക്കിയ കാശ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ.
അതായത് നിങ്ങൾ മുടക്കിയ കാശ് എത്രയാണോ ഓരോ കൊല്ലവും നിങ്ങൾക്ക് സെയിം എമൗണ്ട് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ദാറ്റ്. അപ്പൊ എത്ര വരും? 10,000 ഡിവൈഡഡ് ബൈ 500 വിച്ച് ഇസ് ഈക്വൽ ടു 20 years. സോ ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ മുടക്കിയ കാശ് നിങ്ങൾക്ക് 20 വർഷം കൊണ്ടേ കിട്ടത്തുള്ളൂ. ഇനി ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. ഇവിടെ തന്നിരിക്കുന്ന ടാർഗറ്റ് എത്രയാണ്? 5 years. ആൻഡ് നമ്മൾ എടുക്കുന്ന സമയം എത്രയാണ്? 20 years. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യണ സമയത്ത് നമ്മൾക്ക് ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് 20 വർഷം കഴിഞ്ഞിട്ടേ മുടക്കിയ കാശെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. ആൻഡ് നമ്മൾ പറഞ്ഞത് 5 വർഷത്തിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ. സോ ഈ പ്രൊജക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്താവുന്നു? റിജക്റ്റ് ആവുന്നു. ദിസ് ടെക്നീക്ക് ഇസ് കോൾഡ് ആസ് പേ ബാക്ക് പീരിയഡ്. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിക്കാൻ പറ്റി? ബിക്കോസ് എല്ലാ കൊല്ലവും കിട്ടുന്ന ഇൻഫ്ലോ എന്താണ്? സെയിം ആയതുകൊണ്ട്. സോ ദിസ് ഇസ് ഹൗ യു കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ് ഇഫ് എവറി ഇയർ യു ആർ ഗെറ്റിംഗ് ദ സെയിം എമൗണ്ട്. ഇനി ഇതൊന്ന് നോക്കാലോ. സപ്പോസ് ഞാൻ എന്ത് ചെയ്തു? ഒരു 10,000 ഒരു 6 വർഷത്തെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. സംഭവം ഇങ്ങനെയാണ്. ഇപ്പോ ഞാനൊരു $10,000 എന്ത് ചെയ്തിട്ടുണ്ട്? കാശ് മുടക്കി. എന്റെ പ്രൊജക്റ്റ് എത്ര വർഷം വരെ ഓടും? 6 years എന്നാ പറയുന്നത്. അപ്പൊ 1, 2, 3, 4, 5, 6 വരെ ഓടത്തുള്ളൂ. ഫസ്റ്റ് ഇയറിൽ എനിക്ക് എത്ര കിട്ടുന്ന പറയുന്നത്? 500. സെക്കൻഡ് ഇയറിൽ എനിക്ക് സെയിം എമൗണ്ട് അല്ല, പകരം 1000 കിട്ടും. ഓക്കെ. തേർഡ് ഇയറിൽ എനിക്ക് 4,000 കിട്ടും. ഫോർത്ത് ഇയറിൽ എനിക്ക് 6,000 കിട്ടും. ഫിഫ്ത് ഇയറിൽ എനിക്ക് 2,000 കിട്ടും. ആൻഡ് സിക്സ്ത് ഇയറിൽ എനിക്ക് 8,000 കിട്ടും. സോ നേരത്തെ ക്വസ്റ്റ്യനേക്കാളും ഡിഫറെന്റ് ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? എല്ലാ വർഷവും നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് സെയിം ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും പേ ബാക്ക് കണ്ടുപിടിക്കുക? ഈ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് എവറി ഇയർ ഇറ്റ്സ് ഡിഫറെന്റ്. അപ്പൊ നമ്മൾ ലോജിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യും. എങ്ങനെ? ആലോചിച്ച് നോക്കാം. നിങ്ങൾ $10,000 മുടക്കി ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, ഈ 0th ഇയറിൽ. ഫസ്റ്റ് ഇയർ കൊണ്ട് ഇതിൽ എത്ര റിക്കവർ ചെയ്തു? 500 റിക്കവർ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇനി എത്ര റിക്കവർ ചെയ്യാൻ ബാക്കിയുണ്ട്? 10,000-ൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 10,000-ൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 500 റിക്കവർ ചെയ്തു. അപ്പൊ ഇനി എത്ര റിക്കവർ ചെയ്യാൻ ബാക്കിയുണ്ട്? 9,500. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എത്ര റിക്കവർ ചെയ്തു? അഗൈൻ 1,000 റിക്കവർ ചെയ്തു. ഓക്കെ, ഇനി എത്ര റിക്കവർ ചെയ്യാൻ ബാക്കിയുണ്ട്? 8,500. ഓക്കെ, 8,500. ഇനി തേർഡ് ഇയറിൽ നിങ്ങൾ എത്ര റിക്കവർ ചെയ്തു? 4,000. ഇനി എത്ര ബാക്കിയുണ്ട്? 4,500 അല്ലെ? 8,500-ൽ നിന്ന് 4,000 റിക്കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് 4,500 യെറ്റ്. ഫോർത്ത് ഇയറിൽ എത്ര റിക്കവർ ചെയ്യുന്നുണ്ട്? 6,000. പക്ഷെ എന്താ പ്രശ്നം? നെഗറ്റീവിലോട്ടേക്ക് പോകും. ഇനി എന്റെ ചോദ്യം, നിങ്ങൾക്ക് 4,500 റിക്കവർ ചെയ്യാനുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം പോകുമ്പോ നിങ്ങൾക്ക് 6,000 ആണ് റിക്കവർ ആവണത്. അത് ഫുള്ള് വരുന്നവരെ വെയിറ്റ് ചെയ്യണോ? ഈ 4,500 കവർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ പോരെ? അതായത് 3 ഫുൾ വർഷം എടുക്കും. ഓക്കെ, അപ്പൊ 3 years എന്തായാലും എടുക്കും. ഇനി നിങ്ങൾക്ക് ആ 4,500 റിക്കവർ ആവാനായിട്ട് 4ാമത്തെ കൊല്ലം മുഴുവൻ തീരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ 6,000-ൽ 4,500 കിട്ടിയാ യോ ഡൺ അല്ലേ? സോ അതെങ്ങനെ കണ്ടുപിടിക്കും? 3 years പ്ലസ് 6,000-ൽ നിന്ന് നിങ്ങൾക്ക് എത്ര കിട്ടിയാ മതി? 4,500 കിട്ടിയാ മതി. സോ 4,500 ഡിവൈഡഡ് ബൈ 6,000. 4,500 ഡിവൈഡഡ് ബൈ 6,000. അപ്പൊ ഇത് എത്രയാ വരിക? 3.75 years. ഇതിന്റെ അർത്ഥം എന്താ? 3.25 വർഷം എടുക്കും നിങ്ങൾ മുടക്കിയ കാശ് തിരിച്ചു പിടിക്കാനായിട്ട്. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്? 3 full years-ഉം പിന്നെ ഫോർത്ത് ഇയർ ഫുള്ള് വരെ വെയിറ്റ് ചെയ്യണ്ട. 6,000-ൽ ഒരു 4,500 കിട്ടണ വരെ, അതായത് ഒരു 3/4 വർഷം വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ 3.25 വർഷമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. അതിന് ഇതിനെ മന്ത്സിലേക്കൊന്ന് കൺവേർട്ട് ചെയ്താലോ? 3 years-ഉം എത്ര മാസവും? ഈ 0.75 എന്നുള്ളത് ഇയേഴ്സിലാണല്ലോ. അതിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 12. സോ 0.75 into 12 അടിച്ചാൽ എത്ര മാസം കിട്ടും? 9 months. സോ 3 years and 9 months. സോ ചുരുക്കി പറഞ്ഞാല് ഈ പ്രൊജക്ടിന്റെ പേ ബാക്ക് വരുന്നത് എത്രയാണ്? ഈ പ്രൊജക്ടിന്റെ പേ ബാക്ക് പീരീഡ് നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? 3 years and 9 months.
ഇതാണ് ഈ പ്രൊജക്ടിന്റെ പേ ബാക്ക്. ആൻഡ് ടാർഗറ്റ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 5 years. സോ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഇസ് 5 years, വെറാസ് നമ്മൾ കണ്ടുപിടിച്ച പേ ബാക്ക് ഇസ് 3 years and 9 months. സോ വിച്ച് മീൻസ് ക്രൈറ്റീരിയ പ്രകാരം നോക്കുമ്പോൾ ടാർഗറ്റിനേക്കാളും കുറവാണ് എൻ്റെ പേ ബാക്ക്. അപ്പോൾ ഈസിലി യു ക്യാൻ ആക്സെപ്റ്റ് ദി പ്രൊജക്ട്. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഈ പ്രൊജക്ടിന്റെ പേ ബാക്ക് ഇസ് ആക്ച്വലി ലെസർ ദാൻ ടാർഗറ്റ്. സോ യു ക്യാൻ ആക്സെപ്റ്റ് ദി പ്രൊജക്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റി. ബിക്കോസ് എവറി ഇയർ ഇറ്റ് വാസ് ദ സെയിം ക്യാഷ് ഫ്ലോ വിച്ച് ഇസ് റിസീവ്ഡ്. ഇവിടെ നമുക്കത് പറ്റില്ല. വി ഹാവ് ടു യൂസ് ലോജിക്കൽ മെത്തേഡ് ആൻഡ് ദെയർഫോർ വി ഹാവ് ഡൺ ദാറ്റ്. ആൻഡ് അത് വെച്ച് നമുക്ക് കിട്ടിയ പേ ബാക്ക് ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് വി ക്യാൻ ആക്സെപ്റ്റ് ദി പ്രോജക്ട്. ഇത് വൺ ഓഫ് ദി ടെക്നീക്സ് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഇനി ഇത് വെച്ച് തീരുമാനങ്ങൾ എടുക്കാം. അല്ലെങ്കിൽ യു ഹാവ് അനദർ ടെക്നീക്ക് കോൾഡ് ആസ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ, ഓൾസോ കോൾഡ് ആസ് ROCE, വിച്ച് ഇസ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇവിടെ നമ്മൾ ഒരു പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുക. നമ്മൾ മുടക്കിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഓൺ ആൻ ആവറേജ് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ആ ലാഭത്തിന്റെ ഒരു പെർസെൻറ്റേജ് വെച്ച് നമ്മൾ തീരുമാനം എടുക്കും. നമുക്ക് കിട്ടുന്ന ലാഭം, നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് നമ്മുടെ ടാർഗറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അക്സെപ്റ്റ്. നമുക്ക് കിട്ടുന്ന ലാഭം നമ്മളുടെ ടാർഗറ്റിനേക്കാൾ കുറവാണെങ്കിൽ റിജക്ട്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതിനൊരു ഫോർമുല പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഫോർമുല ഞാൻ ജസ്റ്റ് പറയാണ്. ദ ഫോർമുല ഇസ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ARR ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. സംഭവം എത്രയേ ഉള്ളൂ, ARR ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ PBIT എന്ന് പറയും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഡിവൈഡഡ് ബൈ ആവറേജ് PBIT divided by average investment. ഓക്കെ, ഇതാണ് ഫോർമുല. ഈ ഫോർമുല വെച്ച് നിങ്ങളൊരു പെർസെൻറ്റേജ് കണ്ടെത്തും. ആ പെർസെൻറ്റേജ് നിങ്ങളുടെ ടാർഗറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ്, കുറവാണെങ്കിൽ റിജക്ട്. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ നിന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. ഓക്കെ, എന്റെ കമ്പനി ഒരു 5 കൊല്ലത്തെ പ്രൊജക്റ്റിൽ ഫണ്ട് മുടക്കി. എത്ര? $50,000. ഓക്കെ, ദാറ്റ് ഇസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ആ പ്രൊജക്ടിന്റെ അവസാനം സ്ക്രാപ്പിന് ആ പ്രൊജക്ട് കൊടുക്കുമ്പോൾ അതിന്റെ അവസാനത്തെ കൊല്ലം എനിക്ക് എത്ര കിട്ടും? 1000. അതായത് നമ്മൾ അവസാനം ഒരു പ്രൊജക്ട് തീർന്നാൽ അതിന് ആക്രിക്ക് കൊടുക്കില്ല. ആ സമയത്ത് നമുക്ക് എത്ര റെസിഡ്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് കിട്ടും? 1000. അത് ആക്ച്വലി നമുക്കൊരു ഇൻഫ്ലോ ആണ്. PBIT ഏൺഡ് ഫോർ 5 years ഇസ് 40,000. അപ്പൊ എന്താണ് ടോട്ടൽ PBIT, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഫോർ 5 years. ഈ പ്രൊജക്ടിന്റെ 5 yearsലേക്കുള്ള ടോട്ടൽ PBIT എത്രയാണ്? 40,000. ഓക്കെ അല്ലേ? അപ്പൊ ആവറേജ് PBIT എത്രയായിരിക്കും? ആവറേജ് PBIT ആണല്ലോ നമുക്ക് ഫോർമുലയിൽ വേണ്ടത്. അത് എത്രയായിരിക്കും? 5 കൊല്ലത്തേക്ക് മുഴുവൻ 40,000 ആണ്. അപ്പൊ ഓൺ ആൻ ആവറേജ് എത്രയായിരിക്കും? 40,000 ഡിവൈഡഡ് ബൈ 5 അല്ലേ? സോ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? 40,000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 40,000 40,000 ഡിവൈഡഡ് ബൈ 5 ആണ്. സോ 40,000 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു $8,000 ഇസ് യുവർ ആവറേജ് PBIT. ഇനി ഇത് വെച്ച് നിങ്ങൾ എന്തും കൂടി കണ്ടുപിടിക്കണം, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. നിങ്ങൾ മുടക്കുന്ന കാശ് എത്രയാണ്? 50,000. അപ്പൊ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഇതൊരു ഫോർമുലയാണ്. ആവറേജ് PBIT നമ്മൾ എന്തായാലും കണ്ടെത്തി. ഓക്കെ, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 50,000. ആൻഡ് ഈ പ്രൊജക്ടിന്റെ അവസാനം കിട്ടുന്ന റെസിഡ്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 1000. ആൻഡ് ദിസ് ഹോൾ തിങ് ഡിവൈഡഡ് ബൈ 2. സോ എത്രയാ വരാ? 51,000 ഡിവൈഡഡ് ബൈ 2. എത്രയാ വരുന്നത്? 51,000 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് 25,500. സോ നിങ്ങൾക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് 25,500 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ARR. ARR is equal to average PBIT which is 8,000 divided by
ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഇസ് 25,500 ആൻഡ് ഇതിനെ പെർസെൻറ്റേജിലോട്ടേക്ക് മാറ്റാനായിട്ട് ഇൻറ്റു 100. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ബേസിക്കലി 8,000 ഡിവൈഡഡ് ബൈ 25,500 ഇൻറ്റു 100. അപ്പൊ എത്രയാ വരുന്നത്? 31.4%. അപ്പൊ എത്രയാ വരുന്നത്? 31.4%. 31.4%. ഇതാണ് ARR. ഈ പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആവറേജ് റിട്ടേൺ. നമ്മളുടെ ടാർഗറ്റ് എത്രയാണ്? നമ്മളുടെ ടാർഗറ്റ് എത്രയാ വരുന്നത്? പ്രോഫിറ്റിന്റെ കേസ് ആയിരുന്നു ഇവിടെ. 40,000. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് എത്രയാ വരുന്നത്? 20%. നമുക്ക് എത്ര കിട്ടി? 31. സോ ടാർഗറ്റ് 20 കിട്ടണ്ടുള്ളൂ എന്ന് നമ്മൾ മിനിമം 20 കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എത്ര ARR കിട്ടി? നമുക്ക് അതിലധികം കിട്ടുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഈസിലി ആക്സെപ്റ്റ് ദി പ്രോജക്റ്റ്. ക്ലിയർ? സോ ടാർഗറ്റിനേക്കാൾ കൂടുതലായതുകൊണ്ട് ആക്സെപ്റ്റ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല എന്താണ്? ആവറേജ് PBIT ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ആവറേജ് PBIT എങ്ങനെയാ കണ്ടുപിടിച്ചത്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെ. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഒരു ചോദ്യം കൂടി ഇതിൻ്റെതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ അല്ലെ? ഈ ഒരു ഏരിയന്റെ 1 more ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ അല്ലെ? ഒരു കമ്പനി എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 100,000. 5-year പ്രൊജക്റ്റ് ആണ്. റെസിഡുവൽ വാല്യൂ എത്രയാ പ്രതീക്ഷിക്കുന്നത്? 20,000. ആനുവൽ ക്യാഷ് ഫ്ലോസ് ഏൺഡ് ആർ 30,000. എന്താ പറഞ്ഞിരിക്കുന്നത്? ആനുവൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും കിട്ടുന്നത് 30,000. നമ്മളുടെ ARR കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ ARRൽ ക്യാഷ് ഫ്ലോസ് ആണ് ഉപയോഗിക്കുന്നത്? അല്ല, പ്രോഫിറ്റ് അല്ലേ. ഈ ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ക്യാഷ് കമ്പനിയുടെ അകത്തേക്ക് വരുന്നതും പുറത്തു പോകുന്നതിന്റെയും കണക്ക് അല്ലേ. നേരെ മറിച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതല്ല. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകംസും എക്സ്പെൻസിന്റെയും ഒരു ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് എന്തുണ്ട്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. നിങ്ങൾ പഠിക്കും പറയും ഡിപ്രീസിയേഷൻ. അതായത് നിങ്ങൾ ഓരോ മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന വെയർ ആൻഡ് ടയർ, എന്താ പറയുക, തേയ്മാനം കാരണം അതിന്റെ വാല്യൂ കുറയും. ഒരു ഐറ്റത്തിന് നിങ്ങൾ ബ്രാൻഡ് ന്യൂ വാങ്ങിയിട്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വാല്യൂ കുറയാന്ന് പറയില്ലേ? അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഐറ്റം ആണോ? അല്ല, അത് വാല്യൂല് വരുന്ന കുറച്ചിലുകളാണ്. അപ്പോൾ ആക്ച്വലി അത് ഏതിൽ ഉണ്ടാവില്ല? ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ ഫിഗേഴ്സിൽ അത് എടുക്കില്ല. എന്തുകൊണ്ട്? ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ ഫിഗേഴ്സിൽ എന്ത് എടുക്കത്തുള്ളൂ? ക്യാഷ് വരുന്നതും പോകുന്നതും. ഈ ഡിപ്രീസിയേഷൻ എന്നുള്ള ഒരു ഐറ്റം ആക്ച്വലി വാല്യൂ കുറയണതാണ്. ഒരു ഐറ്റത്തിന്റെ വാല്യൂ കുറയുന്നതാണ്. ഇത് ക്യാഷ് ആയിട്ട് പുറത്തേക്ക് പോവോ വരെയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഇവിടെ കൺസിഡർ ചെയ്യില്ല. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേഷൻസിൽ ചെയ്യും. കാരണം നമ്മുടെ കയ്യിലുള്ളൊരു അസറ്റിന്റെ വാല്യൂ കുറയാന്ന് പറയുമ്പോൾ നമുക്കത് നഷ്ടമാണ് അല്ലേ. അപ്പൊ നഷ്ടങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റിന്റെ ഫിഗേഴ്സ് മാറില്ലേ. സോ പ്രോഫിറ്റ് ഫിഗേഴ്സിൽ ഈ ഡിപ്രീസിയേഷൻ എടുത്തിട്ടുണ്ടാവും, പക്ഷെ ക്യാഷ് ഫ്ലോയിൽ ആ ഡിപ്രീസിയേഷൻ എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോസും പ്രോഫിറ്റ്സും സെയിം ആണോ? അല്ല. അപ്പൊ ARRൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഫിറ്റ് ഫിഗേഴ്സാ, പക്ഷെ ഇവരിവിടെ തന്നത് ക്യാഷ് ഫ്ലോസിനെ. അപ്പൊ എങ്ങനെ മാറ്റാം? നമുക്കറിയാം ക്യാഷ് ഫ്ലോസിൽ ഈ ഡിപ്രീസിയേഷൻ ഒന്നും കുറച്ചിട്ടുണ്ടാവില്ല. അപ്പോ ക്യാഷ് ഫ്ലോസിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ ഫിഗർ കുറച്ചാൽ നമുക്ക് ഏത് ഫിഗർ കിട്ടും? പ്രോഫിറ്റ് കിട്ടത്തില്ലേ? കാരണം പ്രോഫിറ്റ് ഫിഗർ വരുന്നത് ഈ ഡിപ്രീസിയേഷൻ ഒക്കെ കഴിച്ചിട്ടാണ്. നേരെ മറിച്ച് ക്യാഷ് ഫ്ലോസ് അതിന് മുന്നെയാണ്. അപ്പൊ ക്യാഷ് ഫ്ലോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച പ്രോഫിറ്റ് കിട്ടില്ലേ? അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടോട്ടൽ ആനുവൽ ക്യാഷ് ഫ്ലോസ്, ടോട്ടൽ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കും. നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടോട്ടൽ ക്യാഷ് ഫ്ലോസ് ഫോർ എത്ര വർഷമാണ്? 5 years കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടെത്താ? നമുക്കറിയാം ഓരോ വർഷവും $30,000 ആണ് വരുന്നത് ക്യാഷ് ഇൻഫ്ലോസ്. അങ്ങനെ 5 വർഷത്തേക്കാണെങ്കിൽ എത്രയായിരിക്കും ടോട്ടലി വരിക? 30,000 into 5. അപ്പൊ എത്ര വരും? 150,000. സോ ടോട്ടൽ ക്യാഷ് ഫ്ലോസ് വരിക എത്രയാണ്? 150,000. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് എന്ത് കുറക്കും നമ്മള്? ടോട്ടൽ ഡിപ്രീസിയേഷൻ. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഫോർ 5 years കുറക്കും. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക? അതിനൊരു ഫോർമുല ഉണ്ട്.
എത്രയ്ക്കാണോ നിങ്ങൾ ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതതിന്റെ കോസ്റ്റ് എത്രയാണ് ഇവിടെ? നിങ്ങൾ എത്രയ്ക്കാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 100,000. സോ കോസ്റ്റ് എത്രയാണ്? 100,000. ഓക്കെ, മൈനസ് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ റെസിഡുവൽ വാല്യൂ എത്രയാ? 20,000. ഓക്കെ, ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദി പ്രൊജക്ട് എത്രയാണ്? 5 years. കോസ്റ്റിൽ നിന്ന് നിങ്ങൾ സ്ക്രാപ്പ് കുറയ്ക്കും. അതായത് 100,000 നിന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യും? സ്ക്രാപ്പ് ആയി 20,000 കുറയ്ക്കും. എന്നിട്ട് അതിന് 5 വർഷത്തോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഓരോ കൊല്ലത്തെയും ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു ആക്ച്വലി $16,000 പെർ ഇയർ. ഒരു വർഷം എത്രയാണ് അപ്പൊ വാല്യൂല് വരുന്ന കുറച്ചില്? 16,000. ഇതാണ് ഡിപ്രീസിയേഷൻ. എന്നിട്ട് ആ 16,000 ഒരു വർഷത്തതാണ്. അങ്ങനെ എത്ര വർഷം? 5 വർഷം. അപ്പൊ എത്ര വരും? 16,000 into 5 which is 80,000 വരും. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ആ മൊത്തം പ്രൊജക്ടിന്റെ മൊത്തം വാല്യൂല് വന്ന കുറച്ചൽ ഇൻ ദ ഫോം ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് 80,000. നിങ്ങൾക്ക് കിട്ടിയ ക്യാഷ് ഫ്ലോസ് 150,000 ആണ്. അതിൽ 80,000 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു പോയാൽ എത്രയാണ് നിങ്ങളുടെ ടോട്ടൽ PBIT ഫോർ 5 years? എത്രയാ വരുന്നത്? മൊത്തം ക്യാഷ് ഫ്ലോ 150 ആണ്. ആ 150,000 നിന്ന് 80,000 ഡിപ്രീസിയേഷൻ കുറച്ചാൽ എത്രയാണ് PBIT വരുന്നത്? 70,000 is your PBIT for 5 years. ഇത് വെച്ച് നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ആവറേജ് PBIT. ആവറേജ് PBIT എങ്ങനെയാ കണ്ടുപിടിക്കുക? മൊത്തം പ്രോഫിറ്റ് എത്രയാ? 70,000. ആൻഡ് ആ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എത്ര വർഷം? അത് മൊത്തം എത്ര വർഷത്തെ പ്രോഫിറ്റാ? 5 അല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. സോ 70,000 ഡിവൈഡഡ് ബൈ 5. അപ്പൊ എത്രയാ വരുന്നത്? $14,000. ഇതാണ് ആവറേജ് PBIT. ഇനി ഇതേപോലെ എന്ത് കണ്ടുപിടിക്കും നമ്മള്? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 100,000 പ്ലസ് സ്ക്രാപ്പ് എത്രയാ? 20,000 ഡിവൈഡഡ് ബൈ 2. സോ എത്രയാ വരുന്നത്? 120,000 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? $60,000. ഇനി ARR കാൽക്കുലേറ്റ് ചെയ്യാം. ARR ഇസ് ഈക്വൽ ടു ആവറേജ് PBIT എത്ര? 14,000 ഡിവൈഡഡ് ബൈ എത്രയാണ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്? 60,000 ഇൻറ്റു 100. സോ എത്രയാ വരുന്നത്? 14,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ് ആണ്? 23.3%. ARR കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ടാർഗറ്റ് വെച്ച് കമ്പയർ ചെയ്യാം. ടാർഗറ്റില് എത്രയാണ് പറഞ്ഞത്? 25. നമുക്ക് എത്ര ഈ പ്രൊജക്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? 23.3. അപ്പൊ നമ്മളുടെ ടാർഗറ്റിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണെങ്കിൽ ഈ പ്രൊജക്റ്റിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? യു വിൽ റിജക്ട് ദി പ്രൊജക്ട്. സോ ദിസ് ഇസ് ഹൗ യു ഡു ARR. ഈ പറയുന്ന ടെക്നീക്സ് ഒക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഒരു പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ഈ പറയുന്ന ടെക്നീക്കിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നീക്ക് എന്ന് പറയും. ആൻഡ് ദീസ് 2 ടെക്നീക്സ് കം അണ്ടർ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്ക്. ഇതുപോലെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ എപ്പോൾ പഠിക്കും? നിങ്ങളുടെ പേപ്പറിൽ പഠിക്കുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ ഓഫ് വാട്ട് വിൽ ബി ഡൂയിങ് ഇൻ ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ. ഇത് ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ്. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഇതേപോലെ സിലബസിന്റെ എല്ലാ ഏരിയാസിലും നിങ്ങൾക്ക് കുറെ കാൽക്കുലേഷൻസ് പഠിക്കാനുണ്ട്. ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദിസ് പേപ്പർ വിൽ ഡെഫിനറ്റ്ലി ബി ഫൺ ഫോർ യു ബിക്കോസ് ഇറ്റ് ഹാസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് കാൽക്കുലേഷൻസ് ആൻഡ് തിയറി. സോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഈ പേപ്പറിൽ പഠിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.